നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കല്ലൂർക്കാട് പഞ്ചായത്ത് UDF-നും LDF-നും ഭൂരിപക്ഷമില്ല. ഭരണം ആർക്കെന്നതിൽ സ്വതന്ത്രരുടെ തീരുമാനം നിർണായകം. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ E2W ചലഞ്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴയിൽ നടന്നു. മൂവാറ്റുപുഴ ലയൺസ് ക്ലബ് ഹാളിലാണ് ഉദ്ഘാടനം നടന്നത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സുപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ 1ാമത് വാർഷികം ആഘോഷിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ആൽമരവും പ്ലാവും ചേർന്ന് സൃഷ്ടിച്ച പ്രകൃതിയുടെ അപൂർവ കൂട്ടുകെട്ട്. കോതമംഗലത്തിന് സമീപം വടാട്ടുപാറ ഗ്രാമത്തിലാണ് കൗതുക കാഴ്ച. പൈങ്ങോട്ടൂർ ജംഗ്ഷനിൽ ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണം. ആവശ്യം ശക്തം. പരാതിപ്പെട്ടിട്ടും നടപടിയില്ല. വാർത്തകൾ വിശദമായി. LDF-നും UDF-നും ഭൂരിപക്ഷമില്ലാത്ത കല്ലൂർക്കാട് ഭരണം ആർക്കെന്നതിൽ സ്വതന്ത്രരുടെ തീരുമാനം നിർണായകം. 14-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ UDF 5, LDF 5, സ്വതന്ത്രർ 2, NDA 2 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ്. 11ാം വാർഡിൽ സ്വതന്ത്രനായി ജയിച്ച മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ LDF-നൊപ്പമായതോടെയാണ് LDF-ന് 5 അംഗങ്ങളായത്. സ്വതന്ത്രരുടെയോ BJP-യുടെയോ പിന്തുണയില്ലാതെ ഇരു മുന്നണികൾക്കും ഭരണസമിതി രൂപീകരിക്കാനാവില്ല. 2ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സിനി മനോജ്, 4ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സുജിത് ബേബി എന്നിവരാണ് കല്ലൂർക്കാട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ E2W ചലഞ്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ E2W ചലഞ്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ബാധ്യത പോലെ ഈ കാണുന്ന ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ ഒരു വണ്ടിയിൽ കയറ്റി അത് വേറൊരു സ്ഥലത്ത് ഡെപ്പ് ചെയ്യുകയല്ല ലയൺസ് ഇന്റർനാഷണൽ ചെയ്യുന്നത്. കൃത്യമായി അതിനെ റീസൈക്കിൾ ചെയ്യുന്ന ഒരു മികച്ച കമ്പനിക്കാണ് ഡോക്ടർ സന്തോഷ് കാച്ചപ്പള്ളിയുടെ നേതൃത്വത്തിലേക്ക് ഈ വർഷത്തെ ഇ-വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന ഈ ഇ-വേസ്റ്റ് ലയൺസ് നേതാക്കന്മാരെല്ലാവരും കൂടി ഓരോ സംഘടനകളിൽ അല്ലെങ്കിൽ ഓരോ രീതികളിലും റിസർച്ച് അസോസിയേഷൻ ആയിക്കോട്ടെ, സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, അത് വില്ലേജ് ഓഫീസോ പഞ്ചായത്തോ പോലീസ് സ്റ്റേഷനിലൊക്കെ ഓരോ ഡെപ്പുകൾ വെച്ചതിന് മാക്സിമം ഈ വേസ്റ്റിനെ കളക്ട് ചെയ്യാനുള്ള വലിയ ഒരു സ്രോതസ് ഉണ്ടാക്കണം. പ്രകൃതി ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും കനത്ത ഭീഷണിയായ ഇലക്ട്രോണിക് വേസ്റ്റ് സമാഹരിച്ച് പുനർചംക്രമണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന ദിവസം തന്നെ 250 kg ഇലക്ട്രോണിക്സ് വേസ്റ്റ് ലയൺസ് സംഘങ്ങളിൽ നിന്ന് സമാഹരിച്ചു. ഇതൊരു തുടർ പദ്ധതിയാണെന്നും വരും മാസങ്ങളിലും ഇതുപോലെ സമാഹരണം സംഘടിപ്പിക്കുമെന്നും ലയൺസ് ഭാരവാഹികൾ അറിയിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി, ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് കാച്ചപ്പള്ളി, സെക്രട്ടറി സജി ചാമേലി, ലയൺസ് ക്ലബ്ബ് മൂവാറ്റുപുഴ പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ, റീജിയണൽ ചെയർപേഴ്സൺ എൽദോസ് ഐസക് എന്നിവർ പ്രസംഗിച്ചു. ലയൺസ് ക്ലബ്ബ് മൂവാറ്റുപുഴ സെക്രട്ടറി നീന സജീവ്, ട്രഷറർ ബീന സുരേഷ്, മറ്റ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമാഹരിച്ച ഇ-വേസ്റ്റ് കളക്ഷൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഡോക്ടർ ബിനോയ് മത്തായി നിർവഹിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സുപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ 1ാമത് വാർഷികം ആഘോഷിച്ചു. മാത്യു കുഴൽനാടൻ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സുപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ 1ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മാത്യു കുഴൽനാടൻ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സുപ്ര പസഫിക് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിനെ എന്തുമാത്രം കെയർ ചെയ്തു, എന്തുമാത്രം അവരുടെ ആവശ്യങ്ങളെ എന്തുമാത്രം ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്തു എന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരാൻ ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് കഴിയട്ടെ. സൂപ്ര പസഫിക് എന്ന മൂവാറ്റുപുഴയിൽ ഒരു വലിയ ഒരു ധനകാര്യ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ അഭിവാദ്യങ്ങളും വിജയമെന്ന്. നിയുക്ത കൗൺസിലർമാരായ രാജശ്രീ രാജു, ജിനു ആന്റണി മടേക്കൽ, പി രജിത, ഷബീന TE, മുൻ IMA പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ കമ്മത്ത്, BDM രാജീവ് നായർ,
ബ്രാഞ്ച് മാനേജർ ബിനോ വി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സുപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ അസാധാരണമായ വളർച്ച നേടിയെന്നും മൂവാറ്റുപുഴ ബ്രാഞ്ച് 2 കോടിയിൽ പരം രൂപയുടെ ധനകാര്യ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും സ്ഥാപന അധികൃതർ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ആൽമരവും പ്ലാവും ചേർന്ന് സൃഷ്ടിച്ച പ്രകൃതിയുടെ അപൂർവ കൂട്ടുകെട്ട്. കോതമംഗലത്തിന് സമീപം വടാട്ടുപാറ ഗ്രാമത്തിലാണ് കൗതുക കാഴ്ച. കൂറ്റൻ ആൽമരവും അതിന് മധ്യഭാഗത്തായി ചക്ക കായ്ച്ച് കിടക്കുകയും ചെയ്യുന്ന കൗതുക കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോതമംഗലത്ത് നിന്ന് ഭൂതത്താൻ കെട്ടുവഴി വനാന്തരത്തിലൂടെയുള്ള റോഡിൽ 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മീരാൻ സിറ്റി എന്ന പ്രദേശത്തെത്തും. ഇവിടെയാണ് വഴിയോരത്ത് തടകെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ആൽമരം വളർന്ന് പന്തലിച്ച് ചക്കകൾ വിരിഞ്ഞു തുടങ്ങിയ നിലയിൽ കാണുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആലും മാവും പ്ലാവും നട്ടിരുന്നുവെന്നും മാവ് ഉണങ്ങിപ്പോയെന്നും ആൽമരത്തിന്റെ കരുത്തുറ്റ വേരുകളും തണ്ടും വളർന്ന് പ്ലാവിനെ പൂർണ്ണമായി മറച്ചിരിക്കുകയാണെന്നുമാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എവിടെ നിന്ന് നോക്കിയാലും കൂറ്റൻ ആൽമരത്തിൽ ചക്ക വിരിഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ കഴിയുക. ആൽമരത്തിൽ ചക്കയുണ്ടായി കിടക്കുന്ന കാഴ്ച കൗതുകവും അത്ഭുതവുമാണ് നാട്ടുകാരിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ ഇവിടെ വണ്ടി നിർത്തി കണ്ടിട്ടാണ് മടങ്ങുന്നതെന്നും പ്രദേശവാസിയായ രാജു പറഞ്ഞു. 50 വർഷത്തെ പഴക്കമുള്ള ഒരു വൃക്ഷമാണ് നിൽക്കുന്നത്. അതിൻ്റെ അതവിടെ ഉണ്ടായത് തന്നെ ഒരാൾ നട്ട് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് അത് നട്ടിരിക്കുന്നത്. പ്ലാവിനെ കാണാൻ കഴിയുന്നില്ല, ചക്ക മാത്രമേ കാണുന്നുള്ളൂ. ആലയിലാണ് ഇത് കാഴ്ച കിടക്കുന്നത്. അത് ഈ നാടിൻ്റെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് കാണുന്നത്. വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. കാരണം പ്ലാവില്ല, ആലയിലാണ് ചക്ക കിടക്കുന്നത്. ഒരിക്കലും ഒരു സ്ഥലത്തും ആലയിൽ ചക്ക ഉണ്ടായി കാണുന്നില്ല. പക്ഷേ വടാട്ടുപാറയുടെ ഈ പ്രദേശത്ത് മീരാൻ സിറ്റിയിൽ ആലയിലാണ് ചക്ക ഉണ്ടായി കിടക്കുന്നത്. അത് അനേകർ വന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാണ്, വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. അനേകർ വരുന്നവരത് കാണുന്നുണ്ട്, വളരെ സന്തോഷമായി കണ്ടു പോകുന്നുണ്ട്. ആല് വളർന്ന് പന്തലിച്ച് പ്ലാവിനെ പൂർണ്ണമായി വിഴുങ്ങിയെങ്കിലും ജീവന്റെ പിടിവാശിയോടെ പ്ലാവ് മേലോട്ടു കുതിച്ച് അവസാനം ആൽമരത്തിന്റെ നടുവിൽ നിന്ന് ചക്ക വിരിയുകയാണ് ചെയ്തിരിക്കുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പൈങ്ങോട്ടൂർ ഹൈറേഞ്ച് ജംഗ്ഷനിൽ ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ തടയുന്നതിന് സിഗ്നൽ സംവിധാനം അനിവാര്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 4 കൂടിയ ജംഗ്ഷൻ ആണിത്. തൊടുപുഴ ഊന്നുകൽ റോഡും കാളിയാർ മൂവാറ്റുപുഴ റോഡുമാണ് ഇവിടെ സന്ധിക്കുന്നത്. 2 റോഡുകളും വാഹനത്തിരക്കുള്ളതാണ്. ജനങ്ങളും ധാരാളമായി വന്നു പോകുന്നുണ്ട്. ചെറിയ ബസ് സ്റ്റാൻഡും ഈ ജംഗ്ഷനോട് ചേർന്നുണ്ട്. ജംഗ്ഷനിലെ സാഹചര്യം മനസ്സിലാക്കാതെ വാഹനങ്ങൾ അതിവേഗം പായുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 8 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായാണ് നാട്ടുകാരുടെ കണക്ക്. ചെറുതും വലുതുമായ പരിക്കുകളേറ്റവരും അനവധി. സിഗ്നൽ സംവിധാനം ഉണ്ടെങ്കിൽ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.